ഹലോ, വെൽക്കം ബാക്ക് ടു ഓസം കിഡ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കുറേ നാളായി ഒരു വ്ളോഗൊക്കെ ചെയ്തിട്ട്. ഇത് ഞങ്ങൾ ഈവനിങ്ങിൽ ന്യൂ ഇയർ ഈവിൽ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ ഇത് ഉള്ളത് മംസാർ ബീച്ചിലാണ്. ഞങ്ങളിപ്പോൾ ദുബായ് മംസാർ ബീച്ചിൻ്റെ ഒരു സൈഡാണ്. അപ്പോൾ ഇത് ഇവിടേക്ക് എത്തപ്പെടുകയെന്ന് വെച്ചാൽ ഷാർജ അൽഖാനിൽ ബോർഡറിൽ വണ്ടി നിർത്തിയിട്ട് നമുക്ക് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ ദുബായ് മംസാറിലേക്ക്. അപ്പം അങ്ങനെ വന്നതാണ്. ശരിക്കും വണ്ടി കൊണ്ട് വരികയാണെങ്കിൽ ഒരുപാട് ദൂരം യാത്ര ചെയ്തിട്ട് വേണം നമുക്ക് ഈ ബീച്ചിലേക്ക് എത്താൻ. അപ്പോൾ ഇങ്ങനൊരു പെട്ടെന്ന് എത്താനുള്ളൊരു വേ ആണിത്. അപ്പോൾ അങ്ങനെ എത്തിയതാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ബീച്ചാണ്, നല്ല വൃത്തിയൊക്കെ ഉള്ള ഫാമിലീസിനൊക്കെ വരാൻ പറ്റിയ നല്ലൊരു ബീച്ചാണിത്. പൊതുവേ ഈ ബീച്ചിൽ എപ്പോഴും തിരക്ക് കുറവായിരിക്കും. വളരെ കുറച്ച് ആൾക്കാർക്ക് ഈ ഒരു വേ അറിയുള്ളൂ. വരുന്നവരും ഒട്ടുമിക്ക ആൾക്കാരും ഷാർജക്കാർ തന്നെ ആയിരിക്കും. ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് എല്ലാവരും വരാം. ഞങ്ങൾ ഇവിടെ വന്നതാണ്. അപ്പോൾ വന്നപ്പോൾ തന്നെ അത്യാവശ്യം ഈവനിങ് ആയിക്കിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ കുട്ടികൾക്ക് വെക്കേഷൻ ടൈമൊക്കെ ആയിരുന്നു. ഞാൻ ഇപ്പോൾ ഡിസംബർ 31 അല്ലേ, അപ്പോൾ ആ സമയത്ത് കുട്ടികൾക്കൊക്കെ വെക്കേഷനാണ്. പിന്നെ സാഹിയാണെങ്കിൽ ആദ്യമായിട്ടാണ് ബീച്ച് കാണുന്നത് അവന്. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായി. അവന് ടോയ്സും വെള്ളമൊക്കെ കണ്ടൊക്കെ പാടെ മണലും കണ്ടേക്കിന് പെട്ടെന്ന് ഇറങ്ങി കളിക്കാൻ വേണ്ടിയിട്ട്. ഈ ബീച്ചിൽ സൺസെറ്റ് നല്ല ഭംഗിയിൽ കാണാൻ സാധിക്കും കേട്ടോ. ഞങ്ങളിവിടെ വന്നപ്പോഴൊക്കെ സൺസെറ്റ് കഴിഞ്ഞിട്ടേ പോകാറുള്ളൂ. അപ്പം നല്ല രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കണമെങ്കിലൊക്കെ നല്ല പറ്റിയൊരു ഏരിയയാണ്. അപ്പോൾ അങ്ങനെ ഒത്തിരി ഫോട്ടോസൊക്കെ എടുത്തു. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായി. ബീച്ചിൽ വന്നിട്ട് ഒത്തിരി നാളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് കുറേ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത്. പിന്നെ ഈ ഭാഗത്ത് ഫയർ വർക്ക് അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കില്ല. ഷാർജ ഗവൺമെൻറ്റിൻ്റെ ഫയർ വർക്ക് അവർ സജ്ജീകരിച്ചിട്ടുള്ളത് ഷാർജ ബുഹൈറ കോർണിഷിൽ ക്രീക്ക് ഏരിയയിലാണ്. അപ്പം അങ്ങോട്ടേക്ക് ഇങ്ങോട്ട് അത്ര നല്ല കാഴ്ച ഇവിടുന്ന് കിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പിന്നീട് ഈവനിങ് ആയപ്പോൾ ഇവിടുന്ന് പോന്ന്. പിന്നെ ഞങ്ങൾ ഫയർ വർക്ക് കാണാൻ വേണ്ടിയിട്ട് 12 മണിയാകുമ്പോൾ നടന്ന് പോവുക ചെയ്തത് കേട്ടോ ക്രീക്ക് ഏരിയയിലേക്ക്. ഒരു 11 മണിയാകുമ്പോൾ തന്നെ ഷാർജ കിങ് ഫൈസൽ സ്ട്രീറ്റ് ബ്ലോക്ക് ആയിട്ടുണ്ടാവും. നല്ല തിരക്കാണ് എല്ലാ വർഷവും ആ ഒരു സമയത്ത്. നടന്നു പോവുകയാണ് ഏറ്റവും ബെറ്റർ കാണാൻ വേണ്ടിയിട്ട്, ഫയർ വർക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്രാവശ്യം സായിനെയും കൊണ്ട് കാണാൻ പോയി.
ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.